നമസ്കാരം. ഇടതുപക്ഷ നേതാക്കന്മാരുടെ ക്വാളിറ്റി എന്താണെന്ന് ഒരു ദൃശ്യം കണ്ടപ്പോൾ നിങ്ങളുമായി കൂടി പങ്കുവയ്ക്കണമെന്ന് തോന്നി. തിരുവനന്തപുരത്തെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനുവിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഉദ്ഘാടന പരിപാടിയുടെ ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അതായത് ഒരു ചിക്കൻ സ്റ്റോൾ ഉദ്ഘാടനം ചെയ്യാൻ പോയ വേദിയാണ്. ഏത് വേദിയിലാണോ പോകുന്നത് അവിടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് മാറാൻ മനസ്സുള്ളവരാണ് ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആ ദൃശ്യം പാളയം ലോക്കൽ കമ്മിറ്റിയിലെ തന്നെ അംഗമായിട്ടുള്ള ബ്രിട്ടോ എന്ന ചെറുപ്പക്കാരന്റെ ചിക്കൻ ഷോപ്പ്, അതായത് മീറ്റ് ഷോപ്പ് ഉദ്ഘാടന വേദിയാണ്. ആ വേദി ഉദ്ഘാടനത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനുവിനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുന്നു. ആ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ആദ്യത്തെ കോഴി ചിക്കനെ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളൊരു ഡിമാൻഡ് വെക്കുന്നു. സ്വാഭാവികമായിട്ട് പലയിടത്തും നമ്മൾ അങ്ങനെയുള്ള കാഴ്ച കാണാറില്ല. പക്ഷേ ആ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ, ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, ആ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ ഉദ്ഘാടകൻ അങ്ങ് തയ്യാറായി. പരിചയമില്ലായിരുന്നിട്ടും ആ സാഹസിക പ്രവർത്തനത്തിന് മുതിർന്ന ആ ദൃശ്യം അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കയ്യിൽ വെച്ച് മാറി വീഴാത്ത പായി എടുത്തല്ലേ നല്ലോണം ഷൂട്ട് ചെയ്തല്ലേ കണ്ടല്ലോ, ചിക്കൻ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇത് ചെയ്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നൊരു ആവശ്യം സ്വന്തം ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറിയില്ല. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇതുകൊണ്ടാണ് ചില നേതാക്കന്മാരുടെയൊക്കെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്താകണമോ, എന്താവശ്യമുണ്ടോ അതിനനുസരിച്ച് മാറി പ്രവർത്തിക്കാനും അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ഇടപെടാൻ കഴിയുന്ന നേതാക്കന്മാർ ഇതിലുണ്ട്. കാര്യം IP ബിനുവിനെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരിക്കുന്ന പല കഥകളുണ്ട്. അതായത് ഈ ഇടതുപക്ഷത്തിന്റെ ചില ശ്രദ്ധിക്കപ്പെടുന്ന മുഖങ്ങളിലുള്ളവരെയെല്ലാം ഇകഴ്ത്താൻ വേണ്ടി അവരെ പ്രകോപിപ്പിച്ച് അവർ തിരിച്ച് പ്രതികരിക്കുന്ന വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയും ചില കാര്യങ്ങൾ അവരിലൂടെ നടക്കുന്നതും സമൂഹത്തിൽ അവർ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റു കാഴ്ചകൾ ഇവരുടെ കണ്ണിൽ പെടാറില്ല. അത് കണ്ണിൽ പെടാത്തതല്ല, മനഃപൂർവ്വം അവർ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ്. കാര്യം അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിത്രീകരിച്ച് നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്ന പല കഥകളും പൊളിയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ചില നല്ല കാഴ്ചകളെയൊക്കെ മറയ്ക്കുന്നത്. ഒരു ജീവനോപാധിയായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ ഉദ്ഘാടകൻ തന്നെ അതിന്റെ ആദ്യത്തെ ഈ ചിക്കൻ കട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ എന്ന് പറയുന്നത് പൊതുവെ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ആ കാര്യം ആവശ്യപ്പെടുകയും ഒന്ന് അറച്ചെങ്കിലും പിന്നീട് അത് ചെയ്ത ദൃശ്യം കണ്ടപ്പോൾ അതൊരു വാർത്തയ്ക്ക് കൗതുകമുള്ള കാഴ്ചയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ജനങ്ങളെ കൂടി കാണിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ച് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പല വ്യാജ കഥകൾക്കപ്പുറം ജനങ്ങൾക്കിടയിൽ നിന്ന് അവർ പ്രവർത്തിക്കുന്ന ചില നന്മയുള്ള കാഴ്ചകൾ കൂടിയുണ്ട്. ആ നന്മയുള്ള കാഴ്ചകളൊന്നും ഒരിക്കലും പുറത്തേക്ക് വരാറില്ല, അല്ലെങ്കിൽ അതിനൊന്നും വാർത്താ സാധ്യതയില്ല, അതിലൊന്നും വാർത്താ കണ്ടന്റ് ഇല്ല എന്ന് തള്ളിക്കളയുന്നിടത്ത് വാർത്താ കണ്ടന്റ് ഉണ്ട്. വ്യക്തികൾ ജനങ്ങൾക്കിടയിൽ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നും CPM-കാരെല്ലാം ധാർഷ്ട്യക്കാരും ധിക്കാരികളാണ്, അഹങ്കാരികളാണെന്നൊക്കെ ചാപ്പകുത്താൻ പരിശ്രമിക്കുമ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ അത്തരം ചില തോന്നലുകളെ കൂടി പൊളിച്ചെഴുതുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ഒരു പൊളിച്ചെഴുത്തിന് വേണ്ടി തന്നെയാണ് ഈ ദൃശ്യം ഇങ്ങനെ ഒരു വാർത്തയായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതെന്ന് പറയുകയാണ്.